സോ നമുക്കിന്ന് നമുക്കിനി മെയിനായിട്ട് നമുക്ക് അത് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 3 അൽഗോരിതംസാണ്. അത്രേ ഉള്ളൂ മെയിനായിട്ട്. 3 അൽഗോരിതമും പിന്നെ ഒരു പബ്ലിക് കീ പ്രോസസ്സിൻ്റെ കുറച്ച് ഡേറ്റാസും മാത്രമേ നമുക്ക് പഠിക്കാവുള്ളൂ നമ്മുടെ സബ്ജക്റ്റിനകത്ത്. അപ്പോൾ അതിൽ 3 അൽഗോരിതം എന്ന് പറയുന്നത് നമുക്ക് 3 അൽഗോരിതംസ്: ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് DES, അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് AES, RSA അൽഗോരിതം. ഈ 3 അൽഗോരിതം, ഇതിൽ നിന്ന് മൂന്നിനകത്തുനിന്ന് മൂന്നും ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും. അതായത് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരുള്ളൂ. കാരണം മിക്കവാറും ഓവർ ക്വസ്റ്റ്യൻ വരാം. കാരണം DESും AESും മിക്കവാറും ചിലപ്പം ഓവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതായതുകൊണ്ട് ചിലപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതിയായിരിക്കാം. ഉറപ്പില്ല. നിങ്ങളുടെ കേസിൽ, KTUവിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ തന്നെ വരണം നിർബന്ധമില്ല. എനിവേ ഈ 3 അൽഗോരിതം നമ്മൾ പഠിക്കേണ്ട വലിയ പാടൊന്നുമില്ല. കാര്യം മനസ്സിലായി. ഇപ്പോൾ DES ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുകയും ചെയ്യാം. അത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ്, DES അൽഗോരിതം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സൈഫേഴ്സിനെ പറ്റി തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബ്ലോക്ക് സൈഫർ, സ്ട്രീം സൈഫർ എന്നുള്ള 2 ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു തന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മളൊരു പർട്ടിക്കുലർ കാര്യത്തിൻ്റെ ബേസിൽ നമ്മൾ സൈഫേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരു ക്ലാസിഫിക്കേഷനായിരുന്നു സ്ട്രീം ആൻഡ് ബ്ലോക്ക്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് സ്ട്രീം, എന്താണ് ഇതെന്ന്, ബ്ലോക്ക് എന്ന് ഉണ്ടോ? രവീണെ ഓർമ്മയുണ്ടോ എന്തെങ്കിലും? വേറെ ആരെങ്കിലും? അഞ്ജു, ലൈജു, ആർക്കെങ്കിലും എനക്കുണ്ടോ? ഇത് സിമ്പിളായിട്ട് കളയരുത്. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരുന്നത്. നമ്മൾ മറന്നു പോകാൻ വേണ്ടിയിട്ടല്ല. സ്ട്രീം, ബ്ലോക്ക് ഇതൊക്കെ നമുക്ക് പറയാം. അത് മാത്രമല്ല, നിങ്ങളുടെ ഈ ഓരോ സാധനത്തിനും ഞാൻ ഈ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് എടുത്ത് അപ്ലോഡ് ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് ഇൻ കേസ് അന്നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്തെങ്കിലും പറ്റിയില്ലെങ്കിലോ വീണ്ടും എടുത്ത് വെച്ച് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ വീണ്ടും ഞാൻ എടുത്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നത്, അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നത്, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഇടുന്നത്. അത് വിട്ടു പോകരുത്. അതാരും കാണുന്നില്ല, സത്യമാണ്. പക്ഷേ അത് നോക്കണം, പഠിക്കണം. പരീക്ഷയുടെ തലേന്ന് എല്ലാം കൂടെ നോക്കാതിരുന്നാൽ മനസ്സിലാവണം നിർബന്ധമില്ല. എനിവേ, സ്ട്രീം സൈഫർ, ബ്ലോക്ക് സൈഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രീം സൈഫർ മീൻസ് നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് പ്ലെയിൻ ടെക്സ്റ്റിലുള്ള ക്യാരക്ടേഴ്സ്, അത് ആൽഫബറ്റ്സ് ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ, ബിറ്റ്സ് ആയിക്കോട്ടെ, അതിനെ 1 by 1 ആയിട്ട് ഒരു സ്ട്രീമായിട്ട് എടുത്താണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് അൽഗോരിതം അല്ലെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സൈഫർ ഇസ് കോൾഡ് സ്ട്രീം സൈഫർ. അത് കൂടാതെ എന്നതല്ലാതെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സിനെ ഒരുമിച്ചെടുത്ത് ആസ് എ ബ്ലോക്ക് കൺസിഡർ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതും ആസ് എ ബ്ലോക്കായിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒന്നായിട്ടല്ല എടുക്കുന്നത്, ഒരു 10, 20 അല്ലെങ്കിൽ 50, 100 എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലോക്ക് സൈസോ, ആ ബ്ലോക്ക് സൈസിൽ ഉള്ള നമ്പറോ ആ ക്യാരക്ടേഴ്സിനെ ഉള്ള ആ ബ്ലോക്കിലുള്ള എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സൈഫർ അൽഗോരിതം ഇസ് നോൺ ആസ് ബ്ലോക്ക് സൈഫർ. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന DES എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് എ ബ്ലോക്ക് സൈഫർ. ഇപ്പോൾ പഠിക്കുന്ന DES, ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. ആ ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന DES എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് സൈഫർ ആണ്. അപ്പോൾ ബ്ലോക്ക് സൈഫർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ബ്ലോക്കായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് സൈഫേഴ്സ്, എസ്പെഷ്യലി DES, മിക്കവാറുള്ളതെല്ലാം ഫോളോ ചെയ്യുന്ന, ആ സൈഫർ ഫോളോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചർ. ഈ ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചർ DES നിങ്ങൾക്ക് എസ് ആയിട്ട് ചോദിച്ചേക്കാം. അതല്ലാതെ ഫീസ്റ്റൽ സ്ട്രക്ചർ തന്നെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് 6 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്. സോ DES അഥവാ ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ഈസ് ബേസ്ഡ് ഓൺ ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചർ. അപ്പോൾ ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്ന രീതി വെച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, DES വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് DES എന്താണെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്തറിഞ്ഞിരിക്കണം, ഒരു ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചർ എന്താണ് വർക്ക് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. സിമ്പിളാണ്. സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, അത് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. എന്താണ് ഫീസ്റ്റൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്ര സിമ്പിളുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ബ്ലോക്കാണല്ലോ, അതായത് ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ ഒരുമിച്ച്, സെറ്റ് ഓഫ് ഡേറ്റ ഒരുമിച്ച് എടുത്താണ് പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ, അത് പ്ലെയിൻ ടെക്സ്റ്റ് ആയാലും ശരി, കീയുടെ കേസ് ആയാലും ശരി, എന്തായാലും നമുക്കുള്ള ഡേറ്റയെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, 2 ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഈക്വൽ പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ലെഫ്റ്റും റൈറ്റും. ആ സ്പ്ലിറ്റ് ചെയ്ത സാധനത്തിൻ്റെ ഒരു ഹാഫിനെ നമ്മളൊരു പ്രോസസ്സ് ചെയ്യും. അതെന്ത് പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. ഞാൻ ചെയ്യുന്ന ജനറൽ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. 2 ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യും.
ഒരു ഹാഫിനെ നമ്മളൊരു കീ ഒക്കെ വെച്ചിട്ട് ഒരു പ്രോസസ്സിങ് നടത്തും. എന്നിട്ട് ആ പ്രോസസ്സിങ് നടത്തിയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ മറ്റേ ഹാഫുമായിട്ട് എക്സോർ ചെയ്യും. അപ്പോൾ 2 ഹാഫാക്കി ഒരു ഹാഫിനെ നമ്മൾ എന്തോ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിങ് യൂസിങ് എ കീ ചെയ്തു. ആ കേ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ടിനെ നമ്മൾ മറ്റേ ഹാഫുമായിട്ട് വെറുതെ വെച്ചേക്കുന്ന ഹാഫുമായിട്ട് എക്സോർ ചെയ്യും. അപ്പം കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, ഒരു ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ടിനെ നമ്മൾ സ്വാപ്പ് ചെയ്യും. അതായത് നമുക്ക് 2 ഹാഫ് ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെ റൈറ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലെ ഡേറ്റയെ ലെഫ്റ്റ് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. ഇതാണ് ഒരു റൗണ്ട് ഓഫ് ഫിയസ്റ്റൽ സ്ട്രക്ചർ. അതായത് സ്പ്ലിറ്റ് ചെയ്തു, ഒരു ഹാഫിനെ പ്രോസസ്സ് ചെയ്തു യൂസിങ് എ കീ, ആ ഹാഫും അപ്പുറത്തെ ഹാഫുമായിട്ട് എക്സോർ ചെയ്തു, ആ കിട്ടിയ ഔട്ട്പുട്ടിനും ഈ ഹാഫും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു, ഒരു റൗണ്ട്. ഇതിനെ പല റൗണ്ടായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് ഫിയസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചറാണ് താഴെ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. സിമ്പിളാണ്, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സൈസ് ഇവർ കൊടുത്തിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് 2 വേർഡ് അല്ലെങ്കിൽ 2W ബിറ്റ്സ് ആണ് നമ്മുടെ സൈസ്. അത്രയും സൈസുള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റാണ് എൻ്റെ ഉള്ളത് വിചാരിക്കുക. ഞാനതിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് 2W ആണ് അതിൻ്റെ സൈസെങ്കിൽ 2 ഹാഫ് ആകുമ്പോൾ ഒരു ഹാഫ് W അടുത്ത ഹാഫ് W. അത് ഞാൻ L0 എന്നും R0 എന്ന് വെച്ചാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മനസ്സിലാകാൻ വേണ്ടി L0 എന്നും R0 എന്നും വിളിക്കുന്നു. 0യും 1 എന്ന് എനിക്ക് 0 R0 എന്ന് പറയാൻ കാരണം അത് ഓരോ റൗണ്ട് ഞാൻ കാണിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നേ ഉള്ളൂ. 2 ഹാഫാക്കി ലെഫ്റ്റും റൈറ്റും. റൈറ്റിലെ ഹാഫിനെ നോക്കിക്കേ. ആ റൈറ്റിലെ ഹാഫിനെ നമ്മളൊരു ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനകത്തോട്ട് കൊടുത്തേക്കുക. ഒരു ഹാഫിനെ എടുത്തിട്ട് ഈ കേസിൽ റൈറ്റിലെ ഹാഫ് അതിനെ എടുത്തിട്ട് നമ്മളൊരു ഫംഗ്ഷൻ എഫിനകത്തേക്ക് കൊടുത്തേക്കുക. ആ എഫിനകത്തേക്ക് 2 ഇൻപുട്ടുകളാണ് വരുന്നത്. ഒന്ന് നമ്മളിപ്പോൾ ഈ കൊടുത്ത റൈറ്റ് ഹാഫ്, 2 ഒരു K1 വിച്ച് ഇസ് എ കീ. K1 എന്ന് കൊടുക്കാൻ കാരണം ഇറ്റ്സ് എ റൗണ്ട് 1. സോ ഈ K1 എന്ന് പറയുന്നത് റൗണ്ട് 1ന് വേണ്ടിയിട്ടുള്ള കീ, അതുകൊണ്ടാണ് K1 എന്ന് കൊടുത്തത്. അപ്പോൾ 2 ഹാഫാക്കി ആ ഹാഫിൻ്റെ ഒരു ഹാഫിൻ്റെ ഈ കേസിൽ റൈറ്റ് ഹാഫ് അതിനെ എടുത്തിട്ട് നമ്മളൊരു ഫംഗ്ഷനിലേക്ക് കൊടുത്തു. ആ ഫംഗ്ഷനകത്തേക്ക് ഒരു ഇൻപുട്ട് കൂടെ കൊടുത്തു വിച്ച് ഇസ് എ കീ K1. ഒരു പ്രോസസ്സിങ്, എന്ത് പ്രോസസ്സിങ് എന്നുള്ള നമുക്ക് തന്നെ പഠിക്കാം. ആ പ്രോസസ്സിങ് ചെയ്തൊരു ഫംഗ്ഷൻ ചെയ്തു, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടി. ആ ഔട്ട്പുട്ടും വെറുതെ ഒന്നും ചെയ്യാതെ വെച്ചേക്കുന്ന ഹാഫും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, എക്സോർ ചെയ്തു. ഓക്കെ, അതിനൊരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ. ആ ഔട്ട്പുട്ടിനെ ലെഫ്റ്റിൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എങ്ങോട്ട് സ്വാപ്പ് ചെയ്തു, റൈറ്റിലേക്ക് സ്വാപ്പ് ചെയ്തു. റൈറ്റിലെ സാധനത്തിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതല്ല, പ്രോസസ്സ് ചെയ്യാത്തുള്ള റൈറ്റിനെ നേരെ എങ്ങോട്ട് മാറ്റി, ലെഫ്റ്റിലേക്ക് മാറ്റി. ഇതാണ് 1 റൗണ്ട് ഓഫ് ഫിയസ്റ്റൽ സ്ട്രക്ചർ. 2 ഹാഫാക്കി ഒരു ഹാഫിന് ഒരു ഫംഗ്ഷൻ പ്രോസസ്സ് ചെയ്തു. ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കീ ഉപയോഗിച്ചു. കിട്ടിയ ഔട്ട്പുട്ടിനെ മറ്റേ ഹാഫുമായിട്ട് എക്സോർ ചെയ്തു. ആ എക്സോർ ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ടിനെ റൈറ്റ് ഹാഫ് അല്ലെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റിനെ നമ്മൾ എക്സോർ ചെയ്തതുകൊണ്ട് നമ്മൾ ആ കിട്ടിയ ഔട്ട്പുട്ടിനെ എങ്ങോട്ട് മാറ്റി, റൈറ്റ് ഹാഫിലേക്ക് മാറ്റി, സ്വാപ്പ് ചെയ്തു. റൈറ്റിലേക്ക് കിടക്കുന്ന സാധനത്തിന് പ്രോസസ്സ് ഒന്നും ചെയ്യാതെ റൈറ്റിൽ കിടക്കുന്ന സാധനത്തിന് എങ്ങോട്ട് സ്വാപ്പ് ചെയ്തു നോക്കിയാൽ മതി, നേരെയാണ് പോകുന്നത്. പ്രോസസ്സ് ചെയ്ത ഔട്ട്പുട്ടല്ല, റൈറ്റിൽ കിടക്കുന്ന നമ്മൾ ഹാഫിനെ നേരിട്ടെടുത്ത് എങ്ങോട്ട് മാറ്റി, ലെഫ്റ്റിലേക്ക് മാറ്റി, വിച്ച് ഈസ് ഓൺലി 1 റൗണ്ട്. ഇത് അടുത്ത റൗണ്ട് വീണ്ടും എന്ത് ചെയ്യും, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അടുത്ത റൗണ്ടിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. എന്ത് ചെയ്യും, ഈ കിട്ടിയ റൈറ്റിനെ അടുത്ത കീ ഉണ്ട്. ഇപ്പം ഈ റൗണ്ട് I എന്ന് പറഞ്ഞാൽ എന്താ, ഐ ക്യാൻ റേഞ്ച് ഫ്രം 1 to n, എത്ര ആയിക്കോട്ടെ. ഇപ്പം റൗണ്ട് 5 ആണ് നടക്കുന്നത്, എന്ത് സംഭവിക്കും, ഈ കിട്ടിയ തൊട്ട് മുമ്പത്തെ ലെയർ അല്ലെങ്കിൽ റൗണ്ടിൽ നിന്ന് കിട്ടിയ റൈറ്റിനെ എടുത്തിട്ട് വീണ്ടും ഫംഗ്ഷൻ അത് കൊടുക്കുന്നു. നമ്മുടെ ആ റൗണ്ട് 5 ആണെങ്കിൽ K5 ആയിരിക്കും. 5th റൗണ്ടിലേക്കുള്ള കീ കൊണ്ട് പ്രോസസ്സ് ചെയ്യുന്നു. കിട്ടിയ ഔട്ട്പുട്ടിനെ ആ സൈഡിലെ ലെഫ്റ്റ് ഹാഫുമായിട്ട് എന്ത് ചെയ്തു, എക്സോർ ചെയ്യുന്നു. അതിനെ വീണ്ടും സ്വാപ്പ് ചെയ്തു. ഇതിങ്ങനെ പോകും ടിൽ റൗണ്ട് n. എത്ര റൗണ്ട് വേണമെന്നുള്ള ഡിസൈൻ ചെയ്യുന്നത് പിന്നെയാണ്. യൂഷ്വലി 16 റൗണ്ട്സ് ആണ് നമ്മൾ DESനൊക്കെ ചെയ്യാറ്. എനിവേ നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു, എത്ര റൗണ്ട് നമുക്ക് വേണോ അത്രയും റൗണ്ട് ഈ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തു. അവസാനം നമുക്കൊരു ലെഫ്റ്റും ഒരു റൈറ്റും കിട്ടുമല്ലോ. അതിനെ ഒന്നും കൂടെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സ്വിഫ്റ്റ് ചെയ്യും. ഒന്നും ചെയ്യാതെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒന്നും കൂടെ നമ്മൾ സ്വാപ്പ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ സൈഫർ ടെക്സ്റ്റ്. കാരണം LUN ഉം WW ആണെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ് എന്ത് തന്നെയായിരിക്കും, 2W ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ചെയ്യുന്ന എന്തുവാണ്? ഇത്രയും ചെയ്ത് കഴിയുന്നതാണ് നമ്മുടെ ഒരു ഫിയസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഓർക്കേണ്ടത് 2 ഹാഫ് ആക്കുന്നു, ഒരു ഹാഫിനെ പ്രോസസ്സ് ചെയ്യുന്നു യൂസിങ് എ കീ, അതിനെ നമ്മൾ അടുത്ത ഹാഫായിട്ട് എക്സോർ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ ഫിയസ്റ്റൽ സ്ട്രക്ചർ. ഒരു റൗണ്ട് അത് പല റൗണ്ടായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എത്ര റൗണ്ട് കൂടുന്നു അത്രയും എന്താ പറയുന്നത്, കോംപ്ലക്സിറ്റി കൂടും, അത്രയും നല്ല സൈഫർ ആയിരിക്കും, അത്രയും പാടായിരിക്കും അതിനെ ബ്രേക്ക് ചെയ്യാൻ. ഇതാണ് ഫിയസ്റ്റൽ സ്ട്രക്ചറിൻ്റെ കൺസെപ്റ്റ്. ഇത് ഉപയോഗിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, ഒരു ഗുണമെന്ന് പറഞ്ഞാൽ
നിങ്ങളിതിൽ ഓരോ കീ കണ്ടോ, K1 K2, ഇപ്പം റൗണ്ട് 2 ആണെങ്കിൽ K2 വരും, റൗണ്ട് 3 ആണെങ്കിൽ K3 വരും. ഓരോ പർട്ടിക്കുലർ കീ വേണം, ഓരോ റൗണ്ടിന് ഓരോ കീ വേണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു 16 റൗണ്ടാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. 16 റൗണ്ടുള്ള സാധനമാണെങ്കിൽ എനിക്ക് 16 കീ വേണം. അപ്പോൾ എനിക്ക് ഓരോ ട്രാൻസ്മിഷനും അല്ലെങ്കിൽ ഓരോ സമയം ചെയ്യുമ്പോൾ എനിക്ക് 16 പുതിയ കീ ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു മെയിൻ കീ കാണും, നമുക്കൊരു മെയിനായിട്ട് ഒരു കീ കാണും. ആ കീക്കകത്തുനിന്ന് സബ് കീസ് ജനറേറ്റ് ചെയ്യാനൊരു അൽഗോരിതം ഉണ്ടാക്കും. മെയിനായിട്ട് നമ്മുടെ ഉള്ളൊരു കീക്കകത്തുനിന്ന് സബ് കീസ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു അൽഗോരിതം. അതായത് നമുക്കൊരു മെയിൻ കീ K ഉണ്ടായിരുന്നു. ആ കീക്കകത്തുനിന്ന് K1 K2 K3 K4 K16 വരെയുള്ള 16 സബ് കീസ് ജനറേറ്റ് ചെയ്ത് ആ ഓരോ കീ നമ്മളിവിടെ കൊടുക്കും, ഓരോ റൗണ്ടിലേക്ക് കൊടുക്കാനുള്ള ഒരു അൽഗോരിതം ഉണ്ടാക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മെയിനായിട്ടൊരു കീ ഉള്ളൂ. ആ കീയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര റൗണ്ട് വേണോ അത്രയും സബ് കീസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് ഓരോ റൗണ്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഒരു ഗുണം. അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഈ ഫിയസ്റ്റൽ സെഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കുക അഥവാ എൻക്രിപ്ഷനാണ് നമ്മൾ ഈ ചെയ്തത്. ഡീക്രിപ്ഷൻ ചെയ്യണമെങ്കിലും ഈ സെയിം സ്ട്രക്ചർ മതി, ഒരു മാറ്റവും വേണ്ട. ഫിയസ്റ്റൽ സ്ട്രക്ചറിൽ നമുക്ക് ഡീക്രിപ്ഷൻ ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചേഞ്ച് ചെയ്താൽ മതി. സോറി, ഒന്നല്ല രണ്ട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. ഒന്ന്, നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ കൊടുത്തു സൈഫർ ടെക്സ്റ്റിനെ കിട്ടുന്നതാണ് എൻക്രിപ്ഷൻ. അപ്പോൾ ഡീക്രിപ്ഷൻ എന്തുമായിരിക്കണം, ഇൻപുട്ടിലേക്ക് എന്ത് കൊടുക്കണം, എന്താ കൊടുക്കണം, സൈഫർ ടെക്സ്റ്റിനെ കൊടുക്കണം. ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ കിട്ടണം, പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടണം. ഒന്നുമില്ല, ഡീക്രിപ്റ്റ് ചെയ്യണേ എന്ത് ചെയ്താൽ മതി, എന്തുവാണോ ഡീക്രിപ്റ്റ് ചെയ്യേണ്ടത് ആ സൈഫർ ടെക്സ്റ്റിനെ എവിടെ കൊടുക്കണം, ഈ ഇൻപുട്ടിലേക്ക് കൊടുക്കണം. ഒറ്റ കാര്യം മാത്രം മതി, ഓർഡർ ഓഫ് ദ കീസ് റിവേഴ്സ് ചെയ്യണം. അതായത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി 16 റൗണ്ടിൽ K1 K2 K3 K4 K5 K16 വരെയാണ് കൊടുത്തിരുന്നെങ്കിൽ, ഡീക്രിപ്ഷൻ ചെയ്യുന്ന സമയത്ത് റൗണ്ട് 1 നമ്മൾ ഏത് കീ കൊടുക്കണം, റിവേഴ്സ് ഓർഡർ, വിച്ച് മീൻസ് അവിടെ K1 ആണെന്ന് കൊടുക്കണ്ടേ, അല്ല എന്ത് കൊടുക്കണം, ഏത് കൊടുക്കണം, K16 കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിവിടെ ഫസ്റ്റ് റൗണ്ടിൽ K1, സെക്കൻഡ് റൗണ്ടിൽ K2 എന്നും പറഞ്ഞ് എൻക്രിപ്റ്റ് ചെയ്തില്ലേ പോയേ. ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സൈഫർ ടെക്സ്റ്റ് കിട്ടി. ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ സൈഫർ ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുത്തിട്ട് റൗണ്ട് 1 K1 വരെ എന്ത് കൊടുക്കണം, K16 കൊടുക്കണം. റൗണ്ട് 2 K2 വരെ എന്ത് കൊടുക്കണം, K15 കൊടുക്കണം. അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ കീ കൊടുത്താൽ ഇൻപുട്ട് സൈഫർ ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടും, നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ അൽഗോരിതത്തിൽ ഒരു മാറ്റവും വരുത്തണ്ട. ഇൻപുട്ട് കൊടുക്കുന്നത് പ്ലെയിൻ ടെക്സ്റ്റ്, സൈഫർ ടെക്സ്റ്റ് കൊടുക്കുക, കീ കൊടുക്കുന്ന ഓർഡർ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. ഇത്രയും കാര്യം ചെയ്താൽ നമുക്ക് ഈ സെയിം ഫിയസ്റ്റൽ സ്ട്രക്ചർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, എൻക്രിപ്ഷൻ ചെയ്ത് അതേപോലെ തന്നെ എന്ത് ചെയ്യാനും പറ്റും, ഡീക്രിപ്ഷൻ ചെയ്യാനും പറ്റും. ഇതാണ് എന്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഫിയസ്റ്റൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജ്. മനസ്സിലായോ? ഇതാണ് ഒരു ക്ലാസിക്. ഇപ്പോൾ ഈ ഫിയസ്റ്റൽ സ്ട്രക്ചർ അൽഗോരിതം എന്ന് പറയുന്നത് സിമ്പിളാണ്. ഈ സാധനം നമുക്ക് പരീക്ഷയ്ക്ക് 5 മാർക്കിനും 6 മാർക്കിനും ചോദിക്കാൻ. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാനും എളുപ്പമാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത് വന്നു? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം, ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആ DS-നകത്ത് കുറച്ച് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു എഫ് ഫംഗ്ഷനകത്തും ഈ XOR-നകത്തും ഒക്കെ നമ്മൾ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. സബ്സ്റ്റിറ്റ്യൂഷനും നമ്മൾ നേരെ പഠിച്ചതാ, സബ്സ്റ്റിറ്റ്യൂഷനും പെർമ്യൂട്ടേഷനും. അതായത് ഒന്നീ റീപ്ലേസ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, റീ അറേഞ്ച് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനും റീ അറേഞ്ച്മെൻറ്റുമാണ് പെർമ്യൂട്ടേഷനുമാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫിയസ്റ്റൽ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതറിയാമെങ്കിൽ, ഈ സംഭവം അറിയാമെന്നുണ്ടെങ്കിൽ, ഇതിപ്പം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് നമുക്കിതിനകത്തെല്ലാം പല പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നത്. അതായത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് നമുക്ക് സെക്യൂരിറ്റി കൂട്ടാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് റൗണ്ട്സ് കൂട്ടുന്നതനുസരിച്ച് സെക്യൂരിറ്റി കൂട്ടാം, കീയുടെ സൈസ് കൂട്ടുന്നതനുസരിച്ച് സെക്യൂരിറ്റി കൂട്ടാം. ഇങ്ങനെ ഒരുപാട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ കോംപ്ലക്സിറ്റി കൂട്ടിയിട്ട് സെക്യൂരിറ്റി കൂട്ടാം. ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി കൂട്ടാൻ പറ്റും. പക്ഷേ ആ സെക്യൂരിറ്റികളൊക്കെ കൂടുന്നതനുസരിച്ച് അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടും. സെക്യൂരിറ്റി കുറയുന്നതനുസരിച്ച് അതിൻ്റെ കോംപ്ലക്സിറ്റി കുറയുന്നതനുസരിച്ച് സെക്യൂരിറ്റി കുറയും. രണ്ടും നമ്മുടെ ഒരു ഇതാണ്. അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റയാണ് കൂടുതൽ സെക്യൂരിറ്റി ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള നമ്പർ ഓഫ് റൗണ്ട്സും അതനുസരിച്ചുള്ള നമ്പർ ഓഫ് സൈസ് ഓഫ് കീ ആൻഡ് നമ്പർ ഓഫ് കീസ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക്, ഇതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്ത് ചെയ്യാം. അങ്ങനെ ഇതിനെ ബേസ് ചെയ്ത് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു
അൽഗോരിതമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്, വിച്ച് ഈസ് കോൾഡ് ദി ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അഥവാ DES. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആണെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്യൂട്ടബിൾ ഡയഗ്രമെന്നോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ DES അൽഗോരിതം ഒക്കെ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ബേസ്ഡ് ഓൺ ഫിയസ്റ്റൽ സ്ട്രക്ചർ. ഇപ്പോൾ നമ്മൾ DES എന്താണെന്ന് ചോദിക്കുമ്പം DES നമ്മൾ ഫിയസ്റ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്താണെന്നുകൊണ്ട് അതിൻ്റെ എൻക്രിപ്ഷൻ സൈഡും പറയണം. ഫിയസ്റ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീക്രിപ്ഷന് വലിയ ചേഞ്ചും ഉണ്ടോ? ഫിയസ്റ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് തന്നെ ആയതുകൊണ്ട് ഡീക്രിപ്ഷൻ വരുമ്പോൾ എന്തോ ചെയ്താൽ മതി? ഈ സെയിം അൽഗോരിതം തന്നെയല്ലേ ഉപയോഗിക്കുന്നത്, എന്തോ ചെയ്താൽ മാത്രം മതി? കീയെ റിവേഴ്സ് ചെയ്താൽ മാത്രം മതി. ഇൻപുട്ടിൽ കൊടുക്കേണ്ട സൈഫർ ടെക്സ്റ്റ് കൊടുക്കുക, കീയുടെ ഓർഡർ റിവേഴ്സ് ചെയ്താൽ മാത്രം നമുക്ക് എക്സ്ട്രാ പണികളൊന്നും ഏതിൻ്റെ കേസിൽ വരില്ല. DES എൻക്രിപ്ഷൻ്റെ കേസിൽ ഡീക്രിപ്ഷൻ്റെ കേസിൽ എക്സ്ട്രാ പണികളൊന്നും നമുക്ക് വരില്ല. അപ്പോൾ ഇതിനകത്ത് DES എൻക്രിപ്ഷൻ ചോദിക്കുമ്പോൾ 2 പടം നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുണ്ട്. ഇതാണ് നിങ്ങളുടെ ഇപ്പം ഈ കാണിച്ചേക്കുന്നതാണ് നിങ്ങളുടെ എന്താ പറയണേ ഒരു DES എൻക്രിപ്ഷൻ്റെ ജനറൽ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം. ഇതാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇത് യൂഷ്വലി നമ്മുടെ ഒരു DES അൽഗോരിതം വർക്ക് ചെയ്യുന്ന ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 64 ബിറ്റാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. ഇവിടെ 64 ബിറ്റ് കീ എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത്, തെറ്റാണ്. 56 ബിറ്റ് കീ ആണ്. അത് എനിക്കിവിടെ PDF ഞാൻ എഡിറ്റ് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചോളുക, നിങ്ങളുടെ DES അൽഗോരിതം അതിൻ്റെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 64 ബിറ്റും അതിൻ്റെ കീയുടെ മെയിനായിട്ടുള്ള നമ്മുടെ കീയുടെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 56 ബിറ്റുമാണ്. 56 ബിറ്റും 64 ബിറ്റുമാണ് നമ്മുടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇവിടെ ഈ ഒരു ഇത്രയും ഏരിയ, അതായത് ഈ കിടക്കുന്ന ഇത്രയും ഏരിയയുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു മെയിൻ കീയെ ഓരോ റൗണ്ടിലേക്കുള്ള സബ് കീ ആക്കി മാറ്റുക എന്നുള്ളതാണ് എന്തിൻ്റെ ജോലി? ഈ റൈറ്റ് ഹാൻഡിൽ കിടക്കുന്ന ഇത്രയും സാധനത്തിൻ്റെ ജോലി. ഫേസ് സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഓരോ റൗണ്ടായിട്ട് ചെയ്യും. ആ ഓരോ റൗണ്ടിലേക്ക് നമുക്ക് എന്താ വേണം? ഓരോരോ കീ വേണം. അത് നമ്മൾ മെയിൻ കീക്കകത്തുനിന്ന് ജനറേറ്റ് ചെയ്യുന്ന സബ് കീസ് ആണെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? മെയിൻ കീക്കകത്തുനിന്ന് ഓരോ റൗണ്ടിനും വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് കീസ് ആണെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു കീ ഉണ്ടായിരുന്നു 56 ബിറ്റിൻ്റെ. ഓരോ റൗണ്ടിലേക്കും നമുക്ക് എന്താണ് K1, K2, K3, യൂഷ്വലി 16 റൗണ്ട്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ 16 കീ സബ് കീസ് ജനറേറ്റ് ചെയ്യുന്ന ഏതിനകത്തുനിന്നാണ്? മെയിൻ കീക്കകത്തുനിന്നാണ്. ആ കീ ജനറേഷനാണ് ഈ ഇത്രയും സാധനങ്ങൾ, ബ്ലോക്കുകൾ. ഇതാണ് ലെഫ്റ്റ് ഹാൻഡിൽ കിടക്കുന്ന ഒറ്റ ഈ മേളിൽ താഴെ വരെ കിടക്കുന്ന സാധനമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അൽഗോരിതം, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഫിയസ്റ്റൽ സ്ട്രക്ചർ. നോക്കിയാൽ മതി, നമ്മൾ ഓരോ റൗണ്ടായിട്ട് ചെയ്യുന്നു. 16 റൗണ്ട് തീർന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്വാപ്പ് ചെയ്യുന്നു. ലാസ്റ്റ് ഒരു ചെറിയൊരു ബ്ലോക്ക് കൂടെ ഉണ്ട്, കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈഫർ ടെക്സ്റ്റ് കിട്ടും. ഫിയസ്റ്റൽ സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു DES അൽഗോരിതത്തിൻ്റെ ജനറൽ ബ്ലോക്ക് ഡയഗ്രാം. നിങ്ങളുടെ എൻക്രിപ്ഷൻ മെത്തേഡ് ഇവിടെയും കിടപ്പുണ്ട്, കീ ജനറേഷൻ ഇവിടെയും കിടപ്പുണ്ട്, ഓരോ റൗണ്ടിലേക്കും വേണ്ടിയുള്ള കീയും കൊടുക്കുന്നുണ്ട്. ഇതാണ് ജനറൽ. ഇതിനകത്ത് ഓരോന്നിനകത്തുനിന്നും ഉണ്ടോ ഓരോ നമ്പർ എഴുതിയേക്കുന്നുണ്ടോ? ഇടയ്ക്ക് ഓരോ ലൈനിനകത്ത് നമ്പർ എഴുതിയേക്കുന്നുണ്ടോ? അത് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ആ കണക്ഷനിൽ നടക്കുന്ന നമ്പർ ഓഫ് ബിറ്റ്സിനെയാണ് കണക്കാക്കുന്നത്. അത് പഠിച്ചിരിക്കണം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 56 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 56 ആണ്, ഇവിടെ 56, ഇവിടെ 48 അല്ലെങ്കിൽ ഇവിടെ 64 എന്നുള്ളത് പഠിച്ചിരിക്കണം. അത് പഠിച്ചിരുന്നാൽ വേറൊരു ഗുണവും കൂടെ ഉണ്ട്. ആ ബിറ്റുകളുടെ വലിപ്പം നിങ്ങൾ പഠിച്ചിരുന്നാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ഈ DES അൽഗോരിതം എഴുതാനും എളുപ്പമാണ്, കാണാൻ പഠിക്കാനും എഴുതാനും പറ്റും. ഈ ഒരു ഇത്രയും ബിറ്റുകൾ പഠിച്ചിരുന്നാൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. എനിവേ, ദിസ് ഈസ് ദ ജനറൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. അത്രയും വരെ മനസ്സിലാക്കുക. ഇനി നമുക്കറിയേണ്ടത്, ഓക്കെ സമ്മതിച്ചു, ഓരോ റൗണ്ടിലും എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആണല്ലോ, വിച്ച് മീൻസ് അതിനെ 2 ഹാഫ് ആക്കുമ്പം ഒരു ഹാഫ് എത്ര ബിറ്റ് ആയിരിക്കും? 64 ബിറ്റ് മൊത്തം 2 ഈക്വൽ ഹാഫ് ആക്കണം. ഒരു ഹാഫ് എത്ര ആയിരിക്കും? 32. ലെഫ്റ്റും 32, റൈറ്റും 32. അപ്പോൾ ഫിയസ്റ്റലിൽ നമ്മൾ പഠിച്ചത് എന്തുവാ? ആ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സാധനത്തിനെ നമ്മളൊരു ഫംഗ്ഷനിൽ കൊടുക്കുക, ആ ഫംഗ്ഷനകത്തോട്ടൊരു കീയും കൊടുക്കുക, ആ കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ലെഫ്റ്റുമായിട്ട് എക്സോർ ചെയ്യുക, 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും സാപ്പ് ചെയ്യുക. ഇതാണല്ലോ നമ്മൾ ഒരു റൗണ്ട് ചെയ്യേണ്ടത്, ആണോ? അതാണ് ഈ ഓരോ റൗണ്ടിലും ചെയ്യുന്നത്. റൗണ്ട് 1ലും റൗണ്ട് 2 തൊട്ട് റൗണ്ട് 16 വരെയും നമ്മൾ ചെയ്യുന്ന സെയിം കാര്യമാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഒരു റൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഒരു സിംഗിൾ റൗണ്ടിൽ ഇത് ഈ ഡയഗ്രാം പഠിച്ചിരിക്കണം. ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? എഴുതിയേക്കുന്നൊക്കെ ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ഒരു സിംഗിൾ റൗണ്ടിൽ നടക്കുന്ന കാര്യം. ശ്രദ്ധിക്കുക, നമ്മൾ എത്ര ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തു?
രണ്ട് ഹാഫ് 32 ബിറ്റിൻ്റെ രണ്ട് ഹാഫ്. ഈ നിങ്ങൾ എൽ ഐ മൈനസ് വൺ ആറും ഐ മൈനസ് വൺ ഒന്നും ഓർക്കേണ്ട, കാര്യം ഓർത്തിരിക്കുക. രണ്ട് ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, എല്ലും ആറും. ആറിനെ ഈ ഒരു ഡോട്ടഡ് ലൈനിട്ടൊരു ബ്ലോക്ക് കണ്ടോ, ഡോട്ടഡ് ലൈനിട്ടുള്ള ബ്ലോക്ക്, ഈ ബ്ലോക്കാണ് എഫ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ്. അപ്പോൾ ബേസിക്കലി പറയുവാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമ്മളൊരു ഫംഗ്ഷൻ എഫിലേക്ക് കൊടുക്കുന്നു. ആ എഫിലേക്കുള്ള ഒരു ഇൻപുട്ട് ഏതാണ്, കീ ആണ്. പ്രോസസ്സ് ചെയ്യുന്നു, ആ കിട്ടിയ സാധനം ലെഫ്റ്റുമായിട്ട് എക്സോർ ചെയ്യുന്നു, കിട്ടിയ ഔട്ട്പുട്ട് റൈറ്റിലേക്ക് കൊടുക്കുന്നു. റൈറ്റിലുള്ള സാധനത്തിന് നേരെ എങ്ങോട്ട് കൊടുത്തു, ലെഫ്റ്റിലേക്ക് കൊടുത്തു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് എന്ത് തന്നെയാണ്, CS2 സ്ട്രക്ചർ തന്നെയാണ്. ഈ വരച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വേറെ രീതിയിൽ വരച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. റൈറ്റ് ഹാഫിനെ ഒരു ഫംഗ്ഷനിൽ കൊടുത്തു, ആ ഫംഗ്ഷനിലേക്ക് കീയും കൊടുത്തു, കിട്ടിയ ഔട്ട്പുട്ടിനെ ലെഫ്റ്റുമായിട്ട് എക്സോർ ചെയ്യുന്നു, ആ കിട്ടിയ ഔട്ട്പുട്ട് റൈറ്റിലേക്ക് കൊടുക്കുന്നു. റൈറ്റിൽ കിടക്കുന്ന പ്രോസസ്സ് ചെയ്യാത്ത സാധനത്തിന് നേരെ എങ്ങോട്ട് കൊടുക്കുന്നു, ലെഫ്റ്റിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ഒരു റൗണ്ടിൽ നടക്കുന്ന കാര്യം. സംശയമൊന്നുമില്ലേ? ഉണ്ടോ പിള്ളേരെ? ഇല്ല. ഇനി ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സാധനമാണ് നമ്മുടെ കീ ജനറേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഏതൊരു ഓരോ റൗണ്ടിലേക്കും വേണ്ട കീ കൊടുക്കുന്ന സാധനമാണ് ഇത്. ഇവിടെ നിങ്ങൾ കണ്ടോ, നേരത്തെ അപ്പുറത്ത് 64 കൊടുത്തിരുന്നത്, പക്ഷെ ഇപ്പം നോക്കി 56നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഓരോ ഹാഫ് എത്രയായി, 56നെ ഈക്വൽ 2 ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എത്രയായി, 28ഉം 28ഉം കണ്ടോ, 28ഉം കണ്ടോ, 28ഉം 28ഉം. അപ്പോൾ മൊത്തം എത്രയായി, 56, 56 ബിറ്റ്. ഈ 56 ബിറ്റാണ് നമ്മുടെ കീ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ നിങ്ങളത് ഓരോ കണക്ഷനകത്തുമുള്ള നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ എണ്ണം മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഉണ്ട്. അതായത് നമുക്ക് രണ്ട് ഹാഫ് ഉണ്ടായിരുന്നു, നമ്മുടെ കീ C1ഉം C2, അല്ലെങ്കിൽ ഇവിടെ കേസിൽ C1 CI-1ഉം DI-, സിയും ഡിയും എന്തോ ആയിക്കോട്ടെ, സിയും ഡിയും. ഇവർ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഹാഫിനെയും ഒന്ന് ലെഫ്റ്റായിട്ട് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും. അതുള്ള ബിറ്റുകളെല്ലാം ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. സർക്കുലർ മീൻസ് ഏറ്റവും അറ്റത്ത് കിടക്കുന്ന സാധനം എവിടെ പോകും, തിരിച്ച് അടുത്ത സൈഡിൽ പോകും, സർക്കുലറാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഹാഫിനെയും ആ കീയുടെ രണ്ട് ഹാഫിനെയും ഒന്ന് ലെഫ്റ്റിലേക്ക് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തു. കിട്ടിയ സാധനത്തിനെ ഒരുമിച്ചാക്കുമ്പോൾ ഇവർ കാര്യം ശ്രദ്ധിക്കണം. 28 28 മൊത്തം 56. ലെഫ്റ്റിലേക്കൊന്ന് ഓരോന്നും ലെഫ്റ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റിന് എന്തെങ്കിലും മാറ്റം വരുമോ? ലെഫ്റ്റിലേക്ക് മൊത്തം ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്പർ ഓഫ് ബിറ്റിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. അപ്പോഴും 28 28 തന്നെയല്ലേ രണ്ടും കൂട്ടിച്ചേർത്ത് വെച്ചാൽ എത്ര തന്നെ, 56 തന്നെ. സംശയമൊന്നും ഇല്ലേ? ഇല്ല. പക്ഷേ നമ്മുടെ ഓരോ ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷനിലേക്കും കൊടുക്കുന്ന കീയുടെ നമ്പർ ഓഫ് ബിറ്റ് എത്രയാ? ഓരോ ഫംഗ്ഷനിലേക്കും കൊടുക്കുന്ന കീയുടെ നമ്പർ ഓഫ് ബിറ്റ് എത്രയാ ഇവിടെ കൊടുത്തേക്കുന്നത്? വായിക്കാവോ? 48. വിച്ച് മീൻസ് നമ്മുടെ ഓരോ റൗണ്ടിലേക്ക് നമുക്ക് വേണ്ട കീയുടെ സൈസ് എത്രയാണ്? 48 ബിറ്റ്സ് ആണ്. പക്ഷെ നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എത്ര തന്നെയാണ്? 56 തന്നെയാണ്. അപ്പോൾ 56 ബിറ്റ് നമ്മളിലുണ്ട്. പക്ഷെ നമുക്ക് ഓരോ റൗണ്ടിലും എത്ര കീ മതി, എത്ര സൈസുള്ള കീ മതി? 48 ബിറ്റുള്ള കീ മതി. വിച്ച് മീൻസ് 56 ബിറ്റുള്ള കീയെ നമ്മൾ എത്ര ബിറ്റുള്ള കീ ആക്കി മാറ്റണം? 48 ബിറ്റുള്ള കീ ആക്കി മാറ്റണം. എങ്ങനെ 56നെ 48 ആക്കാം? 8 എണ്ണം കുറയ്ക്കണം അല്ലേ? 58 56 8 എണ്ണം കുറച്ചാൽ 8 എത്ര വരും? 8 56 8 എണ്ണം കുറച്ചാൽ എത്ര വരും? 48 വരും. അപ്പോൾ എങ്ങനെ 56 എന്നെ 48 ആക്കും? വാട്ട് വി ഡു ഈസ് എവരി 8 ബിറ്റ് ഒന്ന് തുടങ്ങി കഴിയുമ്പോൾ എവരി 8th ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? എവരി 8th ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. ഓൾസോ വിൽ ഡു എ പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ മീൻസ് റീഅറേഞ്ച് ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ ഈ 56 ബിറ്റിനെയും നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യും. എങ്ങനെ റീഅറേഞ്ച് എന്നുള്ള പറഞ്ഞുതരാം. 56 ബിറ്റിനെയും നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യും. ആ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എവരി 8th ബിറ്റിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് കുറയത്തില്ല. എവരി 8th ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്ത് കഴിയുമ്പം എത്ര ബിറ്റ് കുറയും? 8 ബിറ്റ് കുറയത്തില്ലേ? കുറയുമോ? ഓരോ രണ്ടാമത്തെ ബിറ്റിനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഫൈനലി നമുക്ക് എത്ര എടുത്തുള്ളൂ? റീഅറേഞ്ച് ചെയ്താൽ എന്നാൽ 8 എണ്ണം പോയ 48 ബിറ്റുള്ള എന്ത് കിട്ടും? ഒരു കീ നമുക്ക് കിട്ടും. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഈ കുറയ്ക്കാത്ത 56 സാധനത്തിനെ തന്നെ അടുത്ത റൗണ്ടിലേക്ക് കൊടുക്കും. അവിടെ എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്കൊന്ന് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും, ഓരോന്നിനും ഷിഫ്റ്റ് ചെയ്യും. വീണ്ടും അടുത്ത 48 ആക്കും. വീണ്ടും അടുത്ത ലെവലിലേക്ക് പോവും, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും,
48 ആക്കും. അങ്ങനെ ഓരോ റൗണ്ടിലും നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും? ഓരോ 48 ബിറ്റുള്ള കീ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ശരി. ഇനി ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന കീ നമ്മുടെ ബോക്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തോന്ന് അറിയണം. ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ്? ഒരു എക്സോറ അല്ലേ? ഇവിടെ വരച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ജനറലി ഒരു എക്സോറ. പക്ഷെ നോക്കിക്കേ, 48 ബിറ്റ് കീ അല്ലേ ഇങ്ങോട്ട് വരുന്നത്? 48 ബിറ്റ് കീയാ ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ റൈറ്റ് ഹാഫിന്റെ സൈസ് എത്രയാ? മൊത്തത്തിൽ നമുക്ക് 64 ഓരോ ഹാഫിന്റെ സൈസ് എത്രയാ? 32. അപ്പൊ ഈ വരുന്ന റൈറ്റ് ഹാഫിന്റെ ഈ വരുന്ന സൈസ് എത്രയാ? 32 ആണ്. നമ്മൾ എക്സോർ ചെയ്യുന്ന കീയുടെ സൈസ് എത്രയാ? 48. നമുക്ക് എക്സോർ ചെയ്യണമെങ്കിൽ രണ്ടും സെയിം ലെങ്ത് ആയിരിക്കണ്ടായോ? എക്സോർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, എക്സോർ ചെയ്യണമെങ്കിൽ രണ്ടും എന്തായിരിക്കണം? സെയിം ലെങ്ത് ആയിരിക്കണ്ടേ? വേണ്ടേ? അപ്പോൾ കീ 48 ആണെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാഫിന് എത്ര ബിറ്റ് ആക്കണം? 8 ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്ലോക്കാണ് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ നടത്തും, റീഅറേഞ്ച് ചെയ്യും, അതിന്റെ കൂടുതൽ നമ്മൾ എന്തുകൂടെ ചെയ്യും? എക്സ്പാൻഷൻ നടത്തും. 56നെ 48 ആക്കാൻ വേണ്ടി നമ്മൾ പെർമ്യൂട്ടേഷൻ ചെയ്ത കൂട്ടത്തിൽ എന്തുകൂടെ ചെയ്തു? കോൺട്രാക്ഷൻ ചെയ്തു. കണ്ടോ? ഇവിടെ 56നെ 48 കീയുടെ കേസിൽ 56നെ 48 ആക്കാൻ വേണ്ടി പെർമ്യൂട്ടേഷൻ റീഅറേഞ്ച് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ എന്തുകൂടെ ചെയ്തായിരുന്നു? കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, അല്ലെങ്കിൽ അതിനെ പിന്നെ ഡിസ്കാർഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി കോൺട്രാക്ഷനും ചെയ്തു, ചുരുക്കി. ഇവിടെ 32നെ 48 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്തു? പെർമ്യൂട്ടേഷൻ ചെയ്ത കൂട്ടത്തിൽ എന്തുകൂടെ ചെയ്തു? എക്സ്പാൻഷനൂടെ ചെയ്തു. എന്ന് പറഞ്ഞെന്തോ? വലുതാക്കുക, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക. എങ്ങനെ എക്സ്പാൻഡ് ചെയ്തു വെച്ചാൽ 32നെ 48 ആക്കണം. വിച്ച് മീൻസ് എക്സ്ട്രാ എത്ര ഇത് വരണം? എക്സ്ട്രാ എത്ര ബിറ്റുകൾ വരണം 32നെ 48 ആക്കണമെങ്കിൽ? 16. എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെന്നുള്ളതിന് ടേബിൾ ഉണ്ട്. നമ്മൾ 16 ബിറ്റുകളെ ഡബിൾ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ആഡ് ചെയ്യും. ഏതെങ്കിലും 16 ബിറ്റുകളെ ഒന്നും കൂടെ നമ്മുടെ ആണെങ്കിൽ ബിറ്റിനകത്തോട്ട് ആഡ് ചെയ്യും. വിച്ച് മീൻസ് 32 + 16 മേക്സ് ഇറ്റ് 48. അപ്പോൾ റൈറ്റ് ഹാഫിനെ 32നെ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ, അതിനുള്ള ടേബിളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് റീഅറേഞ്ച്മെൻറ്റിൻ്റെ കൂടെ എക്സ്പാൻഷനൂടെ ചെയ്ത് 32നെ 48 ആക്കി എക്സോറിലേക്ക് കൊടുത്തു. ഇപ്പോൾ കുഴപ്പമില്ല. ഈ റൈറ്റ് ഹാഫും 48 കീയും 48. രണ്ടും കൂടെ എക്സോർ ചെയ്തു. കിട്ടുന്ന ഔട്ട്പുട്ട് എത്ര ബിറ്റ് തന്നെ ആയിരിക്കും? 48 ബിറ്റുകൾ നമ്മൾ എക്സോർ ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് എത്ര ബിറ്റ് തന്നെ ആയിരിക്കും? 48 തന്നെ. അപ്പോൾ ആ 48 കിട്ടിയേ, കുഴപ്പമില്ല. നമുക്ക് പക്ഷേ അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹാഫ് എത്ര തന്നെ ഉള്ളൂ? ലെഫ്റ്റ് ഹാഫിൽ നമ്മൾ പ്രോസസ്സ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ലെഫ്റ്റ് ഹാഫിൽ നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്തിട്ടില്ല. ലെഫ്റ്റ് ഹാഫിന്റെ സൈസ് ഇപ്പോഴും എത്ര തന്നെയാ? 32. ആണേ. അപ്പൊ അതുമായിട്ട് എക്സോർ ചെയ്യണമെങ്കിൽ ഈ കിട്ടിയ 48 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഒന്നുകിൽ ഈ 32നെ 48 ആക്കണം, അല്ലെങ്കിൽ 48നെ എന്തോ ആക്കണം? 32 ആക്കണം. നല്ല പറ്റുള്ളൂ, കാരണം ഒരുമിച്ച് ആക്കണ്ട. ഒന്ന് ഈ 32നെ നമ്മൾ ഈ ഇതുപോലെ എക്സ്പാൻഷൻ ചെയ്ത് 48 ആക്കണം, അല്ലെങ്കിൽ 48നെ വേറെ ഏതെങ്കിലും വഴി കൂടെ കുറച്ച് കോൺട്രാക്ഷൻ ചെയ്ത് നമ്മൾ എന്തോ ആക്കണം? 32 ആക്കണം. ഇവർ അതിനു വേണ്ടി വേറൊരു മെത്തേഡ് ഉപയോഗിച്ചു. അത് പറഞ്ഞുതരാം. ഇറ്റ്സ് കോൾഡ് എ സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റാണ്, ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ 48നെ എത്ര ആക്കി? 32 ആക്കി. അതിനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞ് സൈസിൽ വ്യത്യാസം വരില്ലല്ലോ. 32 തന്നെ കടന്നു. ആ 32നെയാണ് നമ്മൾ ബിറ്റിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തേ ലെഫ്റ്റുമായിട്ട് എക്സോർ ചെയ്തു. അതാണ് നമ്മൾ റൈറ്റിലേക്ക് പോകുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു തരത്തിൽ അത് നമ്മൾ റിഡക്ഷൻ തന്നെയാണ്. റിഡക്ഷൻ ചെയ്യുന്നത് ഈ വെറുതെ ആണെങ്കിൽ എവരി 8 ബിറ്റ് കുറയ്ക്കുകയോ ഒന്നുമല്ല, വേറൊരു പർട്ടിക്കുലർ രീതിയാണ് പറഞ്ഞുതരാം. അത് ഉപയോഗിച്ച് ഈ 48 ബിറ്റുള്ള എക്സോറിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ എത്ര ആക്കി മാറ്റി? 32 ആക്കി മാറ്റി. അതിനെ ഒരു സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി ഒന്നുകൂടെ പെർമ്യൂട്ടേഷൻ ചെയ്തു, ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തു. ആ റീഅറേഞ്ച് ചെയ്ത 32 ബിറ്റിനെ നമ്മൾ എന്തുമായിട്ട് എക്സോർ ചെയ്തു? ലെഫ്റ്റ് ഹാഫായിട്ട് എക്സോർ ചെയ്തു. അതാണ് റൈറ്റിലേക്ക് കൊടുത്തത്. റൈറ്റിൽ കിടക്കുന്ന ഒന്നും ചെയ്യാത്ത സാധനത്തിന് നമ്മൾ എങ്ങോട്ടൂടെ കൊടുത്തു? ലെഫ്റ്റിലേക്ക് കൊടുത്തു. ഇതെല്ലാം നടക്കുന്നത് ഒരു റൗണ്ടില്ല. ഇതുപോലത്തെ എത്ര റൗണ്ട് ഉണ്ട് DES ഡേയ്സിൽ? ഇതുപോലത്തെ എത്ര റൗണ്ടാ ഇപ്പൊ പഠിച്ച? 16 റൗണ്ടിൽ നമ്മൾ ചെയ്യും. ഒരു റൗണ്ടിൽ നടക്കുന്ന പരിപാടി മനസ്സിലായോ?
മനസ്സിലായോ? മനസ്സിലായി സർ. ശരി. ഇനി ജനറൽ ഇത് നിങ്ങൾ പഠിക്കണം. ജനറലി ഇതിനകത്ത് ഈ പറഞ്ഞ ഓരോന്നിനും ഓരോ ടേബിളുകളുണ്ട്. ഈ കോൺട്രാക്ഷൻ പെർമ്യൂട്ടേഷൻ ഒരു ടേബിളുണ്ട്. അതിൻ്റെ പേര് പെർമ്യൂട്ടഡ് ചോയ്സ് 2 എന്നാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഈ കോൺട്രാക്ഷൻ പെർമ്യൂട്ടേഷൻ ഒരു ടേബിളുണ്ട്, എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ഒരു ടേബിളുണ്ട്, സാധാരണ പെർമ്യൂട്ടേഷൻ ഒരു ടേബിളുണ്ട്, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടി ഒരു ടേബിളുണ്ട്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ടേബിളുകൾ കാണാൻ പഠിക്കണം നിർബന്ധമില്ല. അത് കാരണം 32 ബിറ്റ് 48 ബിറ്റൊക്കെ പഠിക്കണം. അത് പഠിക്കണ്ട, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ കാണിച്ചു തരാം. അതായത് പെർമ്യൂട്ടേഷൻ കോൺട്രാക്ഷൻ ചെയ്യാനൊരു ടേബിളുണ്ട്, എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ചെയ്യാനുള്ളൊരു ടേബിളുണ്ട്, യൂഷ്വൽ പെർമ്യൂട്ടേഷൻ ചെയ്യാനുള്ള ടേബിളുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ടേബിളുണ്ട്. അതൊന്നും പഠിക്കണ്ട. പക്ഷേ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ചെയ്യുന്നത്, അല്ലെങ്കിൽ 48 32 ആക്കുന്നതെന്നും കൂടെ നമ്മൾ പഠിച്ചിരുന്നതാണ്. കാണിച്ചു തരാം എല്ലാം. ആദ്യം നിങ്ങളെ അതെ പെർമ്യൂട്ടഡ് ചോയ്സ് 1. നമുക്ക് എവിടെ പെർമ്യൂട്ടഡ് ചോയ്സ് 1 വേണ്ടി വന്നത്? ഇവിടെ 56 ബിറ്റ് 64 ബിറ്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞത്, 56 ബിറ്റാണ്. അതിനെ പെർമ്യൂട്ടഡ് ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ കൊടുക്കുന്നത് പെർമ്യൂട്ടഡ് ചോയ്സ് 1. ഒന്നുമില്ല, പെർമ്യൂട്ടേഷൻ മാത്രമാണ്. ബിറ്റുകൾ കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല, റീഅറേഞ്ച് ചെയ്യുന്ന പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ റീഅറേഞ്ച്മെൻ്റ് ആണ്. ബിറ്റുകൾ കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല, പെർമ്യൂട്ടേഷൻ ചെയ്യാൻ മാത്രമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 1 2 3 4 5 1 2 3 4 5 6 7 8 ഒന്നുകൂടുണ്ട്. ഇപ്പുറത്തും പോയിട്ടുണ്ട് കേട്ടോ, കാണുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ 56 ഉണ്ട്. ഇത് 1 2 3 4 5 6 7 8 7 റോ ഉണ്ട്. 8 7 56. ഈ 56 ഈ 25 26 27 28 എന്ന് കിടക്കുന്ന വേറെ ഒന്നുമില്ല, പൊസിഷനാണ്. അതായത് ഈ കറസ്പോണ്ടിങ് റോയിലും കോളത്തിലും ഇപ്പോൾ 10 കിടന്നിരുന്നെങ്കിൽ അതിന് പകരം എത്ര കൊണ്ട് റീപ്ലേസ് ചെയ്യണം? 33 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. 11 കിടക്കുന്ന സാധനത്തിനെ 34 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അല്ലെങ്കിൽ 64th കോളത്തിൽ കിടക്കുന്നതിനെ അത്രാമത്തെ കോളത്തിൽ കിടക്കുന്നതിനെ 64 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അല്ലെങ്കിൽ ഓരോ കോളത്തിൽ കിടക്കുന്നതിനെ എത്ര കൊണ്ട് റീപ്ലേസ് ചെയ്യണം എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ടേബിളാണ്. ഈ ടേബിൾ നിങ്ങൾ കാണാൻ പഠിക്കേണ്ട. ഈ ഒരു ടേബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നാൽ മതി, ഈ ഒരു പെർമ്യൂട്ടേഷൻ നടത്തുന്നത്. അപ്പോൾ 56 ബിറ്റ് കീ ആയിരുന്നു. അതിനെ ആ പെർമ്യൂട്ടഡ് ചോയ്സ് 1 എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തുവാക്കി മാറ്റി? പെർമ്യൂട്ട് ചെയ്ത് 56 ആക്കി. അതുപോലെ തന്നെ പെർമ്യൂട്ടഡ് ചോയ്സ് 2, അവിടെയാണ് നമ്മുടെ പണി വരുന്നത്. പെർമ്യൂട്ടഡ് ചോയ്സ് 2. ഇവിടെ പക്ഷേ പെർമ്യൂട്ടേഷൻ മാത്രമല്ല, എന്നും കൂടെ നടക്കുന്നുണ്ട്. പെർമ്യൂട്ടഡ് ചോയ്സ് 2-ൽ കോൺട്രാക്ഷൻ 56 ബിറ്റിനെ എത്ര ആക്കി മാറ്റണം? 48 ആക്കി മാറ്റണം. അത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരുന്നത്? എവറി 8 ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കാർഡ് ചെയ്യും. അപ്പം നോക്കി, പെർമ്യൂട്ടഡ് ചോയ്സ് 2, പെർമ്യൂട്ടഡ് ചോയ്സ് 2. ഇവിടെ നമ്മൾ എവറി 8 ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. മനസ്സിലായോ? അത് കഴിഞ്ഞുള്ളതാണ്. ഡിസ്കാർഡ് ചെയ്യും, റീഅറേഞ്ച് ചെയ്യും. അതിനെ നമ്മളെ സഹായിക്കുന്ന ടേബിളാണ് ഈ പെർമ്യൂട്ടഡ് ചോയ്സ് 2. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പെർമ്യൂട്ടഡ് ചോയ്സ് 1, പെർമ്യൂട്ടഡ് ചോയ്സ് 2. അതിപ്പോൾ നോക്കി, പെർമ്യൂട്ടഡ് ചോയ്സ് ഇതാണ് ഹെഡിങ്. ഓക്കെ, അപ്പോൾ ഇതാ പെർമ്യൂട്ടഡ് ചോയ്സ് 1 ഇത്, പെർമ്യൂട്ടഡ് ചോയ്സ് 2 ഇത്. നോക്കി, 1 2 3 4 5 6 1 2 3 4 5 6 7 8 8 ഇൻറ്റു 6 എത്ര? 48. മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? നമ്മുടെ മൊത്തം ഉള്ളതിനെ നമ്മൾ റീഅറേഞ്ചും ചെയ്തു. എവറി 8 ബിറ്റ് ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 0 തൊട്ട് തുടങ്ങുന്നത്. നമ്മൾ ഓരോന്നിനകത്ത് നമുക്ക് വരുന്ന ഓരോ 8 നമ്മൾ റീഅറേഞ്ച് ചെയ്തെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ബിറ്റിനെ എത്ര വെച്ച് റീപ്ലേസ് ചെയ്തു? 14 വെച്ചിട്ട്. രണ്ടാമത്തേതിനെ എത്ര വെച്ച് റീപ്ലേസ് ചെയ്തു? 17 വെച്ചിട്ട്. മൂന്നാമത്തേതിനെ 11, അടുത്തതിനെ 24. അങ്ങനെ ഓരോന്നിനും റീഅറേഞ്ച് ചെയ്തതിന് ശേഷം ഓരോ 8 ബിറ്റിനെയും കളഞ്ഞു കഴിയുമ്പോൾ ഉള്ള സാധനമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ 48 ബിറ്റ്. മനസ്സിലായോ? ഇതിനകത്ത് 1 to 64 8 മിസ്സിംഗ് ആയിരിക്കും. നമ്മൾ കറക്റ്റ് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും 8 നമ്പറുകൾ കാണത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എണ്ണാൻ പോകുന്നില്ല. ഏതെങ്കിലും 8 നമ്പറുകൾ കാണത്തില്ല. അങ്ങനെ നമ്മൾ 48 ആക്കി കൊടുത്തു. എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷനിൽ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 32 48 ആക്കണം. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യുവനെ? ഏതെങ്കിലും 16 ഡബിൾ ആക്കും. അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? വേറെ പറയുമല്ലോ, എന്താ പറഞ്ഞത്? റിപ്പീറ്റ് ചെയ്യും. ഏതെങ്കിലും 16 ബിറ്റുകളെ റിപ്പീറ്റ് ചെയ്ത് 48 ആക്കും. കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ഒരു കാര്യവും എന്താ പറയുന്നത്, പുതിയ നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചെടുക്കുന്നത്. അതും നിങ്ങൾക്കറിയാം.
പെർമ്യൂട്ടേഷൻ പിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ടേബിൾ ഉണ്ട്. നിങ്ങൾ ടേബിൾ ഒന്നും കാണാൻ പഠിക്കേണ്ട ഒരു കാര്യം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചോയ്സാണ്. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്? ഈ 42നെ 38 ആക്കുന്ന എസ് ബോക്സ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ്? ഇതാണ് ആ സാധനം. നമ്മുടെ കയ്യിൽ 48 നമുക്ക് ബിറ്റുകൾ നമുക്കുണ്ടായിരുന്നു ഇല്ലേ? നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 48 ബിറ്റ്. നമ്മൾ 48 ബിറ്റിനെ 6 ബിറ്റ് വീതമുള്ള 8 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 6 ബിറ്റ് വീതമുള്ള 8 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് S1-നകത്ത് 6, S2-നകത്ത് 6, S3-ക്ക് S4, S5, S6, S8 വരെയുള്ള ഓരോ ബോക്സിനകത്തും 6 ഇൻപുട്ടുകൾ വീതം കൊടുക്കും. മൊത്തമുള്ള 48 ബിറ്റിനെ 6 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഓരോ എസ് ബോക്സും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. 6 ബിറ്റുകളുണ്ടല്ലോ. എനിക്ക് ഒരു 8 ടേബിളുകളുണ്ട്. S1, S2, S3, S4, S5, S6, S7, S8 എന്ന് പറഞ്ഞാൽ ഒരു 8 ടേബിളുകൾ എനിക്കുണ്ട്. ഓരോ ടേബിളും ഓരോ ബോക്സിനുള്ളതാണ്. ഇത് S1 ബോക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ, S2 ബോക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ, അങ്ങനെ ഓരോ S8 ബോക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ, അങ്ങനെ ഓരോ ബോക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ടേബിളാണ്. മനസ്സിലാകുന്നുണ്ടോ? ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഈ ഇൻപുട്ടിലേക്ക് എന്താണോ വരുന്നത്, S1-ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ S1-ൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന 6 ബിറ്റുകൾ എന്താണോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ 6 ബിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 10 അല്ല, എളുപ്പത്തിന് പറയാം, 110011 ഇതാണ് S1-ലേക്ക് വന്നെന്ന് വിചാരിക്കുക. 11110011 എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അത് 110011 ആണെന്ന് വിചാരിക്കുക. വൈറ്റ് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ആ, എനിക്ക് ഫോർ എക്സാമ്പിൾ എൻ്റെ ആ S1 എന്ന് പറയുന്ന ബോക്സ് കാണുമെന്ന് വിചാരിക്കുക. അതിലേക്ക് 1 2 3 4 5 6. അതുപോലെ തന്നെ എത്ര ഔട്ട്പുട്ട് ഉണ്ടെന്ന് കാണിച്ചു തരുന്നത് 1 2 3 4 ഔട്ട്പുട്ടേ ഉള്ളൂ. നിങ്ങൾ കാണിക്കാം 4. ഇതാണ് എൻ്റെ S1 എന്ന് പറയുന്ന ബോക്സ് നോക്കുക. 6 ഇൻപുട്ടും 4 ഔട്ട്പുട്ടാണെന്ന് വിചാരിക്കുക. അതിലേക്ക് S1-ലേക്ക് വന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 110011 ആണെന്ന് വിചാരിക്കുക. 6 ബിറ്റ് ഉണ്ട്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ 6 ബിറ്റിനെ ഇപ്പം നിങ്ങളുടെ ഓക്കെ ഇതിനകത്ത് നമുക്ക് 6 ഇൻപുട്ടും 4 ഔട്ട്പുട്ടാണ് ഓരോ ബോക്സിനും. അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും 4 ഔട്ട്പുട്ട് ഇതല്ലേ ഉള്ളത്. 8 ബോക്സ് ഉണ്ട്. എത്ര ഔട്ട്പുട്ട് ആയിരിക്കും മൊത്തത്തിൽ? ഓരോ ബോക്സിനും 4 ഔട്ട്പുട്ട്, മൊത്തം 8 ബോക്സ്. എത്ര ബിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് മൊത്തം? 32. അപ്പം ഇൻപുട്ടിൽ 48 ഉണ്ട്. ഔട്ട്പുട്ടിൽ എത്ര ആയിക്കോളും? ഓട്ടോമാറ്റിക്കലി 32 ബിറ്റ് ആയിക്കോളും. അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഇത്രയാണ് കിടക്കുന്നത്. ചെയ്യുന്ന രീതി ഇത്രേ ഉള്ളൂ. ഏറ്റവും ആദ്യത്തെയും ഏറ്റവും അവസാനത്തെയും ബിറ്റ് എടുക്കുക. വിച്ച് മീൻസ് ഇൻ ദിസ് കേസ് 11. നടുക്കത്തെ 4 എടുക്കുക. 1001. മനസ്സിലായോ? ആദ്യത്തെയും അവസാനത്തെയും ബിറ്റുകൾ എടുക്കുക 11. നടുക്കത്തെ 4 ബിറ്റുകൾ എടുക്കുക 1001. 11ഉം ഓർത്ത് വെച്ചോളുക. 11ഉം 1001. അല്ലെങ്കിൽ വേറെ രീതി പറയുവാണെങ്കിൽ നമ്മളിതിനെ ബൈനറി നമ്മുടെ മാറ്റുവാണെങ്കിൽ ഇത് എത്രയാ? 0 1 2 3ഉം 1001 എന്ന് എത്രയാ? 9ഉം 3ഉം 9ഉം ഓർത്ത് വെച്ചേക്കുക. 3ഉം 9ഉം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ആ 3ഉം 9ഉം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് ചെയ്യുന്നത് S1 അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. S1-ൻ്റെ ടേബിളിലേക്ക് നോക്കുക. 3ഉം 9ഉം ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്പറുകൾ. 3rd റോ 9th കോളം 1 0 1 2 3. 3rd റോ 9th കോളം 0 1 2 3 4 5 6 7 8 9. എത്രയാ? എത്ര കിട്ടിയ നമുക്ക് വാല്യൂ? 11 എന്ന് പറയുന്ന വാല്യൂ. മനസ്സിലായോ? 11-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാ? 1011. അപ്പോൾ നമ്മൾ ഇവിടെ എന്തോ എഴുതും? ഈ ബോക്സിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1011. ആദ്യത്തെ അവസാനത്തെ ബിറ്റുകൾ നമുക്ക് റോ തന്നു. നടുക്കത്തെ 4 ബിറ്റുകൾ നമുക്ക് കോളം തന്നു. അതിലെന്താണോ വാല്യൂ കിടക്കുന്നത് അതിൻ്റെ ബൈനറിയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഈ കിടന്ന 6 ബിറ്റ്സിനെ എത്ര ബിറ്റാക്കി മാറ്റി? 4 ബിറ്റാക്കി മാറ്റിയോ? 6 ബിറ്റുള്ള സാധനത്തിനെ 4 ബിറ്റാക്കി മാറ്റിയോ? ആയോ? അങ്ങനെയാണെങ്കിൽ ഓരോ
നമ്മുടെ ആണെങ്കിൽ ബോക്സുകളും ഈ സെയിം കാര്യം ചെയ്യുവാണെങ്കിൽ ഓരോന്നിനും കിട്ടുന്ന 6 ബിറ്റിനെ വീതം 4 ആക്കി മാറ്റുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എത്ര ബിറ്റ് ആയിക്കോളും? ഓട്ടോമാറ്റിക്കലി 32 ബിറ്റ് ആയിക്കോളൂ. ആകുമോ? ആകും. ഇതാണ് ആരുടെ ജോലി? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിൻ്റെ. അതിന് വീണ്ടും ജസ്റ്റ് ഒരു പെർമ്യൂട്ടേഷൻ യൂസിങ് സെയിം ഒരു ഇതുപോലുള്ള ഒരു ടേബിൾ ഉപയോഗിച്ച് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുന്നതിനകത്ത് കൂടുകയോ കുറയ്ക്കുകയോ ഒന്നുമില്ല, ജസ്റ്റ് റീഅറേഞ്ച്മെൻറ്റ് മാത്രം. കിട്ടി, ലെഫ്റ്റോട്ട് എക്സോർ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തു. ഇതാണ് ഒരു റൗണ്ടിൽ നടക്കുന്നത്. ഈ ഒരു റൗണ്ടിൽ നടക്കുന്ന സാധനത്തിനെ നമ്മൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 16 തവണ റിപ്പീറ്റ് ചെയ്യും. മനസ്സിലായോ? ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഈ ലെഫ്റ്റ് ഹാഫിനെ റൈറ്റ് ഹാഫിനെ ഒന്നും കൂടെ ഒന്ന് സ്വാപ്പ് ചെയ്യുക. ഒന്നും കൂടെ എന്ത് ചെയ്യുക? ഇനീഷ്യൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ടേബിൾ ഉപയോഗിച്ച് ഒരു ഇനിഷ്യൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ പോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ ഇതുപോലൊരു ടേബിളുണ്ട്, അത് ഉപയോഗിച്ച് സ്വാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പെർമ്യൂട്ട് ചെയ്യുക, വീണ്ടും പെർമ്യൂട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് എന്ത് കിട്ടും? 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റ്. ചുരുക്കം പറയുവാണെങ്കിൽ നമ്മുടെ DES അൽഗോരിതത്തിൽ നമ്മൾ ആകെ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീസ് ലെക്ചറിലൊക്കെ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതൊക്കെയാണ്, സബ്സ്റ്റിറ്റ്യൂഷനും പെർമ്യൂട്ടേഷനും. ആണോ? വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുക, എക്സോറും മറ്റേയൊക്കെ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇതിനകത്ത് മെയിനായിട്ട്? ഇല്ല. സബ്സ്റ്റിറ്റ്യൂഷനും പെർമ്യൂട്ടേഷനും മാത്രമാണ് നമ്മളൊരു ഫേഷ്യൽ സെക്ഷനിൽ നമ്മൾ DESലും ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് 64 അല്ല 56 ആണെന്നുള്ള മനസ്സിൽ വെച്ചുകൊള്ളുക. നമ്മുടെ DESൻ്റെ സ്ട്രക്ചർ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ കേസിൽ 64ഉം കീയുടെ കേസിൽ 56ഉം. ഇത് ഓരോന്നും ഓർത്തിരിക്കുക. ഈ കിടക്കുന്ന പെർമ്യൂട്ടേഷൻ നടത്തുന്ന പരിപാടികളെല്ലാം നമ്മൾ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എ ടേബിൾ. ആ ടേബിൾ നിങ്ങൾ കാണാൻ പഠിക്കണം. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ടേബിൾ. നമുക്ക് ആ ടേബിളിനകത്ത് ചേഞ്ച് വരുന്ന ടേബിളിൽ 2 കേസിലാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് പെർമ്യൂട്ടഡ് ചോയ്സ് 2. എന്തുകൊണ്ടാണ്? 56നെ 48 ആക്കേണ്ടി വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ ഒരു കോൺട്രാക്ഷൻ ചെയ്യണം. അപ്പോൾ പെർമ്യൂട്ടഡ് ചോയ്സ് 2ൻ്റെ അവിടെ ഒരു കോൺട്രാക്ഷൻ വരും. നമ്മുടെ ഓരോ റൗണ്ടിലും ചെയ്യുന്ന കാര്യത്തിൽ ഇവിടെ എക്സ്പാൻഷൻ വേണ്ടി വരും. എന്തുകൊണ്ട്? റൈറ്റ് ഹാഫ് 32 മാത്രമേ ഉള്ളൂ, എക്സോർ ചെയ്യണമെങ്കിൽ 48 ആക്കണം. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്പാൻഷൻ നടത്തും. എങ്ങനെ എക്സ്പാൻഷൻ നടത്തുന്നത്? 32 48 ആക്കണമെങ്കിൽ ഇനി 16 ബിറ്റ്സിനെ റിപ്പീറ്റ് ചെയ്ത് 48 ആക്കും. 56നെ 48 ഇവിടെ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? യൂസിങ് കൺട്രാക്ഷൻ. എവറി 8th ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്യുന്നു. ഈ 48നെ വീണ്ടും 32 ആക്കാൻ വേണ്ടി വി യൂസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പം വരച്ച് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. പെർമ്യൂട്ടേഷൻ അഗെയിൻ ഇസ് യൂസിങ് എ പർട്ടിക്കുലർ ടേബിൾ. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു DES അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഈ DES അൽഗോരിതത്തിൻ്റെ ഈ സെയിം സാധനത്തിൻ്റെ ആണെങ്കിൽ ഡീക്രിപ്ഷൻ എങ്ങനെയായിരിക്കും? ഡീക്രിപ്ഷൻ എങ്ങനെയാണ്? ഈ സെയിം തന്നെ, ഇവിടെ മാറ്റം ഒന്നുമില്ല. ഈ K1 K2 K3 മുതൽ K16 വരെയുള്ള സാധനത്തിനെ ഈ സെയിം സാധനം ഈ സൈഫർ ടെക്സ്റ്റ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് മേളിൽ കൊടുക്കും. നമ്മൾ ഈ ഓരോ കീയും റിവേഴ്സ് ഔട്ടറിൽ കൊടുത്താൽ ഈ ഇവിടെ സൈഫർ ടെക്സ്റ്റ് കിട്ടിയിരുന്ന സാധനത്തിൽ നമുക്ക് എന്തോ കിട്ടും? പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. മനസ്സിലായോ? ഇതാണ് ഒരു DES അൽഗോരിതം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇത് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഇപ്പോൾ നമ്മൾ ഫേഷ്യൽ സ്ട്രക്ചർ പഠിച്ചു, DES പഠിച്ചു. ഫേഷ്യൽ സ്ട്രക്ചർ ഒരു 6 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം.